കുടുംബജീവിതം മെച്ചപ്പെട്ടതാക്കാനും നല്ല മനോഭാവം ഉണ്ടാക്കാനും പെരുമാറ്റം സ്വഭാവം ഇവ നന്നാക്കാനും നിങ്ങളുടെ മോശം ശീലങ്ങളെ മാറ്റാനും ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറാനുമായി യോഗനിദ്ര ശീലമാക്കാം. പഠിക്കുന്നവർക്കാണെങ്കിൽ ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിക്കാനും പഠനത്തിൽ ശ്രദ്ധിക്കാനും ഓർമ്മശക്തി, ബുദ്ധിശക്തി എന്നിവ കൂട്ടാനുമായി നമുക്ക് യോഗനിദ്ര പരിശീലിക്കാം. അലസത, മടി മാറ്റി അത്യുത്സാഹത്തോടെ നിങ്ങളുടെ വീട്ടിലെയും ഓഫീസിലെയും ജോലികൾ എളുപ്പത്തിൽ ചെയ്യാനും യോഗനിദ്ര ശീലമാക്കാം. താഴെ കിടക്കാൻ പ്രയാസമുള്ളവർക്ക് ബെഡിൽ കിടന്ന് യോഗനിദ്ര ചെയ്യാം. യോഗനിദ്ര ചെയ്യുമ്പോൾ മാറ്റോ ബെഡ്ഷീറ്റോ ഉപയോഗിക്കാം. നല്ല അയഞ്ഞ വസ്ത്രം ധരിക്കണം. യോഗനിദ്രയ്ക്ക് തയ്യാറാവാനായി സാവധാനം തറയിൽ യോഗ മാറ്റിൽ ഇരുന്ന് കാലുകൾ നീട്ടി ഇടതുവശത്തേക്ക് തിരിഞ്ഞു കിടക്കുക. സാവധാനം മലർന്നു കിടക്കുക. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കണ്ണടച്ചു കിടന്ന് കേൾക്കുക. കാലുകൾ ഇരുവശത്തേക്കും അയച്ചിടുക. ഒരു 2 അടി അകലത്തിൽ അകത്തി വെക്കുക. കൈകൾ മലർത്തി വെക്കുക. പാതി തുറന്നതുപോലെ. ശ്വാസഗതിയിലേക്ക് ശ്രദ്ധിക്കാം. ശ്വാസഗതിയിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സ് അപാരമായ ശാന്തതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായി കാണാം. ഒപ്പം ശരീരവും. ഇവിടെ നമുക്ക് സാവധാനവും ദീർഘവുമായ ശ്വസന രീതി എടുക്കാൻ ശീലിക്കാം. ശ്വാസം എടുക്കുമ്പോൾ ഇൻഹേൽ എന്ന് പറയുമ്പോൾ വയറുയർന്നു വരിക. ശ്വാസം എടുത്തിട്ട് എക്സ്ഹേൽ എന്ന് പറയുമ്പോൾ വയറ് ചൊട്ടി നട്ടലിനോട് വരുന്നതായി സങ്കല്പിക്കുക. ഇങ്ങനെ 3 തവണ എടുക്കാം. ശ്വാസം എടുക്കുക. ഇൻഹേൽ. ശ്വാസം വിടാം. എക്സ്ഹേൽ. ഇങ്ങനെ 3 തവണ എടുക്കാം. ഇൻഹേൽ, എക്സ്ഹേൽ. ഒരിക്കൽ കൂടി. ഇൻഹേൽ, എക്സ്ഹേൽ. ഇപ്പൊ നമ്മള് ബോധപൂർവമുള്ള ശ്വസനമാണ് എടുത്തിരിക്കുന്നത്. അബ്ഡമിനൽ ബ്രീതിങ് എന്ന് പറയും. ഇതിനെ ഡയഫ്രമാറ്റിക്കൽ ബ്രീതിങ് എന്ന് പറയും. ഇതിലൂടെ നമുക്കൊരു ശ്വസന രീതി നമുക്ക് പഠിപ്പിക്കുകയാണ്. നമ്മള് ക്ഷീണത്തിലിരിക്കുമ്പോഴും വയ്യാണ്ടൊക്കെ കിടക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി എനർജി കിട്ടാനായിട്ട് കട്ടിലിൽ കിടന്നുകൊണ്ടൊക്കെ ഇത് ശീലിക്കാവുന്നതാണ്. ഒരു വയറിലേക്കൊരു 10 തവണ ശ്വാസം എടുത്ത് വിടാം. ഇനി നോർമൽ ബ്രീതിങ്ങിലേക്ക് ശ്രദ്ധ കൊടുക്കുക. നമ്മുടെ സാധാരണ ബ്രീതിങ്. കണ്ണടച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് കിടക്കുക. കാൽവിരലുകൾ മുതൽ തല വരെയുള്ള ഭാഗങ്ങളെ വ്യക്തമായി കണ്ട് അയച്ചിടുക. ഇനി പറയുന്ന ശരീരഭാഗങ്ങൾ അയഞ്ഞു വരുന്നതായി മനസ്സിൽ സങ്കല്പിക്കുക. കാൽവിരലുകൾ അയച്ചിടുക. വലത് കാൽവിരലുകൾ, ഇടത് കാൽവിരലുകൾ, വലത് കാൽപാദം, ഇടത് കാൽപാദം, ഇടത് ഉപ്പൂറ്റി, വലത് ഉപ്പൂറ്റി, ഇടത് കാൽവണ്ണ, വലത് കാൽവണ്ണ, ഇടത് കാൽമുട്ട്, വലത് കാൽമുട്ട്, ഇടത് തുട, വലത് തുട, അരക്കെട്ടിന്റെ ഇടതുഭാഗം, വലതുഭാഗം, അരക്കെട്ടിന്റെ മധ്യഭാഗം, വയറിന്റെ വലതുഭാഗം, ഇടതുഭാഗം, വയറിന്റെ മധ്യഭാഗം, ഇടതുഭാഗം, നെഞ്ചിന്റെ മധ്യഭാഗം, വാരിയലുകൾ, നെഞ്ചിനെ പൊതിഞ്ഞിരിക്കുന്ന അസ്ഥികൾ, വലത് തോള്, ഇടത് തോള്, വലത് കൈമുട്ട് വരെയുള്ള ഭാഗം, ഇടത് കൈമുട്ട് വരെയുള്ള ഭാഗം, വലത് കൈപ്പത്തി, ഇടത് കൈപ്പത്തി, വലത് കൈവിരലുകൾ, ഇടത് കൈവിരലുകൾ, വലത് കൈ മുഴുവനായും, ഇടത് കൈ മുഴുവനായും, കഴുത്തിനു ചുറ്റുമുള്ള പേശികൾ, മേൽത്താടി, കീഴ്ത്താടി, അവ തമ്മിൽ ചേരുന്ന അണപ്പല്ലിന്റെ ഭാഗം, മേൽചുണ്ട്, കീഴ്ചുണ്ട്, വായുടെ ഉൾഭാഗം, പല്ലുകൾ, മോണ, നാക്ക്, മുഖത്തെ പേശികൾ, വലത് കവിൾ, ഇടതു കവിൾ, കവിളിന്റെ പേശികൾ, അസ്ഥികൾ, വലത് കണ്ണ്, ഇടത് കണ്ണ്, കണ്ണിന്റെ ഉൾഭാഗം, കൺപോളകൾ, വലതു പുരികം, ഇടതു പുരികം,
വലതു ചെവി ഇടതു ചെവി, നെറ്റിയുടെ വലതുഭാഗം ഇടതുഭാഗം, നെറ്റിയുടെ മധ്യഭാഗം പുരികങ്ങളുടെ മധ്യഭാഗം, തലയോട്ടി മുഴുവനായും തലയുടെ ഇടതുഭാഗം വലതുഭാഗം, മൂർധാവ്, തലയിലെ ഓരോ മുടി നാരിഴകളും, തലയുടെ പിൻഭാഗം, കഴുത്തിന്റെ പിൻഭാഗം, മുതുകിന്റെ മുകൾ ഭാഗം, മധ്യഭാഗം, കീഴ്ഭാഗം, ബട്ടക്സ് അഥവാ പൃഷ്ഠഭാഗം, കാലുകളുടെ പിൻഭാഗം, ശരീരം തറയുമായി തൊട്ടിരിക്കുന്ന ഭാഗങ്ങൾ മുഴുവനും ഇപ്പോൾ അയഞ്ഞു കിടക്കുകയാണ്. ഞാൻ ഇപ്പോൾ എന്റെ നട്ടെല്ല് മുഴുവനായും കാണുകയാണ്. നട്ടെല്ലിലെ ഓരോ അസ്ഥികളെയും ഞാൻ ബോധപൂർവം അയച്ചിടുന്നു. നട്ടെല്ലിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന സുഷുമ്ന നാഡിയെ എനിക്ക് വ്യക്തമായി കാണാം. എന്റെ ശരീരം ഇപ്പോൾ ഒരു അപ്പൂപ്പൻ താടി പോലെ ഭാരമില്ലാതെ കിടക്കുകയാണ്. ഒരു ചെറു കാറ്റിനു പോലും എന്റെ ശരീരത്തെ ഉയർത്തിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എന്റെ തലയോട്ടിക്കുള്ളിൽ അതിഭദ്രമായിരിക്കുന്ന തലച്ചോർ വ്യക്തമായി കാണുകയാണ്. തലച്ചോറിന്റെ ഇടതുഭാഗം, വലതുഭാഗം, മധ്യഭാഗം, തലച്ചോറ് മുഴുവനായും അയഞ്ഞു കിടക്കുകയാണ്. ശ്വാസനാളം, ശ്വാസകോശങ്ങൾ, ഹൃദയം, ഹൃദയത്തിലേക്ക് വരുന്ന രക്തക്കുഴലുകൾ എല്ലാം ഇപ്പോൾ പരിപൂർണ വിശ്രമത്തിലാണ്. വയറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ വയറിന്റെ ഉള്ളിലുള്ള എല്ലാ അവയവങ്ങളും അയഞ്ഞു കിടക്കുകയാണ്. ശരീരഭാഗങ്ങൾ മുഴുവനായും അയഞ്ഞു കിടക്കുമ്പോൾ ഞാൻ പൂർണ്ണ ബോധത്തിലാണ്. ഇപ്പോൾ ഞാൻ എന്റെ ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുകയാണ്. ശ്വാസം എടുക്കുന്നതും വിടുന്നതും ഞാൻ അറിയുന്നേയില്ല. ഈ അവസ്ഥയിൽ ഞാൻ എന്റെ മനസ്സിനോട് സ്വയം പറയുകയാണ്, എന്റെ മനസ്സ് ശാന്തമാണ്, ശക്തമാണ്. ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെടാനുള്ള മനസ്സ്, കരുത്ത് എനിക്കുണ്ട്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള കരുത്ത് എനിക്കുണ്ട്. ഇപ്പോൾ ലഭിച്ച ഈ ശാന്തതയും കരുത്തും എന്റെ എല്ലാ പ്രവൃത്തികളിലും വാക്കുകളിലും ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. തെളിഞ്ഞ നീലാകാശം, ശാന്തമായി ഒഴുകുന്ന ഒരു നദി, തൂവെള്ള നിറമുള്ള ഒരു പ്രാവ്, നന്നായി വിടർന്നു നിൽക്കുന്ന ഒരു വെളുത്ത പൂവ്, നിഷ്കളങ്കമായി ചിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ മുഖം, വാത്സല്യത്തോടെ എന്നെ സംരക്ഷിക്കുന്ന എന്റെ മാതാപിതാക്കളുടെ രൂപം, എനിക്ക് അറിവ് പകർന്നു തരുന്ന എല്ലാവരുടെയും രൂപം ഞാൻ ഇപ്പോൾ മനസ്സിൽ കാണുകയാണ്. ഞാൻ സന്തോഷവാനാണ്, സന്തോഷവതിയാണ്. എന്റെ സന്തോഷത്തിന് കാരണമായവർക്ക് നന്ദി പറയാം, ദൈവത്തിന് നന്ദി പറയാം. എനിക്ക് ജീവിതത്തിൽ ലഭിച്ച നേട്ടങ്ങൾക്ക് നന്ദി പറയാം, അതിന് സഹായിച്ചവർക്ക് നന്ദി പറയാം. അച്ഛനോടും അമ്മയോടും ഈ ഒരു നല്ല മനുഷ്യ ജീവിതം ലഭിച്ചതിന് നന്ദി പറയാം. ഇതുവരെ വളർത്തി വലുതാക്കി എല്ലാം നേടാൻ സഹായിച്ച മാതാപിതാക്കളോട് വീണ്ടും നന്ദി പറയാം. എല്ലാ ജീവജാലങ്ങളോടും സർവചരാചരങ്ങളോടുമുള്ള നന്ദി പറയാം. പുറത്തു നടക്കുമ്പോൾ നമ്മെ വീഴാതെ രക്ഷിക്കുന്ന കല്ലിനോട്, നമ്മളെ നിലനിർത്തുന്ന മണ്ണിനോട്, ഭൂമിയോട്, നമുക്ക് വായുവും വെളിച്ചവും ആഹാരവും തരുന്ന വൃക്ഷങ്ങളോട് നന്ദി പറയാം. ഓരോ പുൽക്കൊടിയോട് പോലും നന്ദി പറയാം. എല്ലാവരോടും നമ്മുടെ ഉള്ളിൽ നന്ദി പറയാം. സന്തുഷ്ടമായ എന്റെ കുടുംബം, സന്തോഷം നിറഞ്ഞ സമൂഹം, നന്മ നിറഞ്ഞ സമൂഹം എല്ലാം എനിക്കിപ്പോൾ വ്യക്തമായി കാണാം. ഇപ്പോൾ എനിക്ക് ലഭിക്കുന്ന ഈ സന്തോഷം ഈ ദിവസം മുഴുവനും എന്നോടൊപ്പം ഉണ്ടാകണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ആ ഒരു നല്ല ചിന്തയോടുകൂടി സാവധാനം ഞാൻ യോഗനിദ്രയിൽ നിന്ന് ഉണരുകയാണ്. ശരീരത്തിനും മനസ്സിനും അനുഭവപ്പെടുന്ന ശാന്തിയും സമാധാനവും ശ്രദ്ധിക്കാം. ഇപ്പോൾ എനിക്ക് എന്റെ ചുറ്റുപാടുകളെ വ്യക്തമായി കാണാം. കണ്ണുകൾ അടഞ്ഞു തന്നെ കിടക്കട്ടെ. പുറമേ നിന്നുള്ള ശബ്ദങ്ങളെല്ലാം കേട്ടുകൊണ്ട് സാവധാനം കാൽവിരലുകൾ ചലിപ്പിക്കുക, കൈവിരലുകൾ ചലിപ്പിക്കുക. കാലുകൾ ചേർത്ത് വെച്ച് ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് എഴുന്നേറ്റിരിക്കുക. കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുക. രണ്ട് കൈകളും കൂപ്പി നാളത്തെ പ്രഭാതവും കാണാൻ എന്നെ അനുഗ്രഹിക്കണമെന്നും യോഗനിദ്രയിലൂടെ കിട്ടിയ ഈ ശാന്തതയും കരുത്തും എന്റെ എല്ലാ പ്രവൃത്തികളിലും വാക്കുകളിലും ഉണ്ടാകണമെന്നും സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കൈപ്പത്തികളും കൂട്ടിത്തിരുമ്മി ചൂടാക്കി ഈ ചൂട് കണ്ണിലേക്കും മുഖത്തേക്കും കയ്യിലേക്കും കഴുത്തിലേക്കും
കഴുത്തിന് പിറകുവശത്തേക്കും നെഞ്ചിലേക്കും നെഞ്ചിന് പിറകുവശത്തേക്കും കാൽമുട്ടിലേക്കും ഇരുകാലുകൾ മുഴുവനായും തടവിയ ശേഷം കൈകൾ മടിയിൽ വയ്ക്കുക. സാവധാനം ഒരു പുഞ്ചിരിയോടെ ഇരു കണ്ണുകളും തുറക്കുക. ഈ പുഞ്ചിരി മറ്റുള്ളവരിലേക്ക് പകർത്തുക, സ്വയം നിങ്ങളിൽ നിലനിർത്തുകയും ചെയ്യുക.